നമസ്കാരം. ഇന്ന് ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ വാർത്ത എന്താണെന്നറിയോ? മൈക്കൽ ഷൂമാക്കർ തിരിച്ചു വരികയാണ്. തൻ്റെ ജീവിതത്തിൽ 12 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കോമ അവസ്ഥയിൽ നിന്നും ബെഡ് റിഡൺ അവസ്ഥയിൽ നിന്നും മാറി വീൽ ചെയറിലേക്ക് ഷൂമാക്കർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന വാർത്ത. ആരാണ് മൈക്കൽ ഷൂമാക്കർ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. F1 കാർ റേസിംഗിലെ രാജാവെന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്പോർട്സിലെ കായിക മേഖലയിലെ ആദ്യ ശത കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. 7 F1 ലോക ടൈറ്റിലുകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. 91ഓളം വിജയങ്ങൾ. ട്രാക്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന മിന്നും പ്രകടനങ്ങൾ, മൊമെന്റുകൾ ഒക്കെ തന്നെ ഒരു F1 റേസറിനോ അല്ലെങ്കിൽ F1 ഭ്രാന്തൻ ഫാൻസിനൊക്കെ തന്നെ മൈക്കൽ ഷൂമാക്കർ ഒരു ദൈവതുല്യനാണെന്നൊക്കെ വിളിക്കാം. ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പോലെ തന്നെയാണ് F1 മൈക്കൽ ഷൂമാക്കർ. നമ്മൾ എത്രയൊക്കെ ലെജൻസിൻ്റെ പേര് ഇപ്പോഴും നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ പോലും ഹീ ഈസ് ദാറ്റ് ലെജൻഡ് എന്ന് തന്നെ വിളിക്കാം. അദ്ദേഹത്തിന് സംഭവിച്ച ദാരുണമായ സംഭവം എന്താണെന്നുള്ളത് പലർക്കും ഇപ്പോൾ വീണ്ടും വാർത്താമാധ്യമങ്ങളിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം അതിനെക്കുറിച്ച്. ഒരുപക്ഷെ ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു മൊമെൻ്റ് ആയിരിക്കാം അതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 2013 ഡിസംബർ 29 സംഭവം നടക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഏകദേശം 1 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. മകനായ മിക്കിനൊപ്പം സ്കീയിങ്ങിന് ഇറങ്ങിയ ഷൂമാക്കർ വളരെ സന്തോഷവാനായി രാവിലെ അദ്ദേഹത്തിൻ്റെ ടീമും ഒപ്പമുണ്ട്. അവരെല്ലാവരും തന്നെ പിന്നാലെയുണ്ട്. കൂട്ടത്തിൽ മകനൊപ്പം ഭയങ്കരമായി ഫാമിലിക്ക് വില കൊടുത്തിരുന്ന ഷൂമാക്കർ അദ്ദേഹത്തിൻ്റെ മകനൊപ്പം സ്കീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. രാവിലെ ഒരു 10:50 സമയത്തിനാണ്. സ്കീയിങ്ങിന് വേണ്ടി പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ദിശ തെറ്റുകയാണ്. ദിശ തെറ്റി ഏകദേശം ഒരു 11:02 ആയപ്പോഴേക്കും ഒരുപാട് കല്ലുകൾ നിറഞ്ഞ ഒരു സ്പേസിലേക്ക് ഷൂമാക്കർ പോവുകയാണ്. 11:03 കൃത്യം 11:03 അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നില തെറ്റി അദ്ദേഹം തല ഇടിച്ച് ഒരു കല്ലിലേക്ക് പതിയുകയാണ്. ആ കല്ലിലേക്ക് പതിഞ്ഞ ഷൂമാക്കർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഏകദേശം 4 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ടീമുകളെല്ലാം തന്നെ എത്തി. അപ്പോഴും ടീമിലെ ആളുകൾ പറയുന്നത് ഷൂമാക്കർ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എന്നുള്ള, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ടീംമേറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഷൂമാക്കറുടെ തലയിൽ ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക, രക്തം ഇങ്ങനെ വീഴുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ആ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നീ വാർത്ത കേൾക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ആ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് സ്പോട്ട് ഡെത്ത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്ത ന്യൂറോ സർജൻസ് ഉൾപ്പെടെ പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഹെൽമെറ്റ് ചന്നം ഭിന്നം പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നത്. പിന്നീട് 11:07 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ഒക്കെ വന്നു. കുറച്ച് ഉള്ളിൽ തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പോലും ഡോക്ടേഴ്സൊക്കെ വളരെ വളരെ ജാഗരൂകരായി നിൽക്കുകയാണ്. അധികമൊന്നും ആളുകളെ കടത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകനായ മിക്കിനെയും പിന്നെ ഈ ഫെറാറിയുടെ ഓണർ ഉണ്ടായിരുന്നു, അദ്ദേഹം മുൻ ഓണർ, ഇവരൊക്കെയാണ് ഷൂമാക്കറിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ അലൗഡ് ആയിരുന്നത് പോലും. ഷൂമാക്കറിൻ്റെ ആക്സിഡൻറ്റ് ഒരുപക്ഷെ അന്ന് ഒരു സ്പോർട്സ് പേഴ്സണ് കിട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസിന് കിട്ടുന്ന ഏറ്റവും വലിയ ക്ഷീണവും കൂടിയായിരുന്നു. എത്രയോ ആളുകൾ നിലവിളിച്ചുകൊണ്ട് കരയുന്നു, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല, അത്രമാത്രം ഫാൻ ഫോളോയിങ് ആയിരുന്നു അതായത് ട്രാക്കിന് തീ പിടിക്കാന്നൊക്കെ പറയില്ല. കഴിഞ്ഞ വർഷം F1 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ F1 ഒക്കെ കാണുമ്പോഴേക്കും ഇപ്പം ഓസ്കേഴ്സിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ബെസ്റ്റ് പിക്ചർ സിനിമയായിട്ട് കൂടി F1 നിൽക്കുകയാണ്. F1 പല കാറ്റഗറീസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമ F1 ആണ്. ഈ F1 അല്ലെങ്കിൽ ആ ട്രാക്ക് എന്താണ് എന്നുള്ളത് പല ആളുകളെയും പഠിപ്പിച്ചൊരു വ്യക്തിയും കൂടിയാണ് മൈക്കൽ ഷൂമാക്കർ. അദ്ദേഹം വന്ന് റേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ട്രാക്കിന് തീ പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി യൂട്യൂബിൽ. അറിയില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ഹിസ് മൊമെൻറ്റ്സ്. അതായത് F1 എന്ന വേൾഡ് ടൈറ്റിൽ 7 തവണ തന്ന ഒരു അതുല്യ പ്രതിഭ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഭയങ്കര എനർജറ്റിക് ആണ്. എപ്പോഴും നിറഞ്ഞ ചിരി, ഫാമിലിയോടുള്ള സ്നേഹം, സന്തോഷം, ടീംമേറ്റ്സ് കോ ടീംമേറ്റ്സിനോടുള്ളൊരു സന്തോഷം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയായിരുന്നു ഷൂമാക്കർ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ചെക്കിങ്, പിന്നീട് അങ്ങോട്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സ്, ഓരോ ന്യൂസ് ബുള്ളറ്റിൻ, മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് എത്രയോ നാൾ പലർക്കും ഹീസ് ഇൻ ടു ദാറ്റ് കോമ സ്റ്റേജ്, അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കോമയിൽ നിൽക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തോട്ടിൽ നിന്നുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നൊരു വാർത്തയാണ് ഷൂമാക്കർ ഇനി ബെഡ് റിഡൺ അല്ല, ഇനി വീൽ ചെയറിൽ പോകും എന്നുള്ളത് സംബന്ധിച്ച്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കുരീനെയും ഒരു സംഘം ആളുകൾ, തെറാപ്പിസ്റ്റുകൾ, എല്ലാവരും ചേർന്നൊരു 24/7 അദ്ദേഹത്തിന് ചുറ്റും തന്നെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 12 വർഷങ്ങളായി അത് നടന്നിട്ട് എന്നുള്ളതാണ്. ഒരു ന്യൂ ഇയർ ഈവ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിക്കൊപ്പം സ്കീയിങ്ങിന് ഇറങ്ങിയതാണ്. ഹീസ് എ ബ്രില്യൻ സ്കീയർ കേട്ടോ. അതും ഗംഭീരമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം അതിഗംഭീരമായിട്ട് സ്കീ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. പക്ഷേ അവിടെ എന്തോ സംഭവിച്ചു. ട്രാക്കിൽ അങ്ങനെ തെറ്റാത്ത ഷൂമേക്കറിൻ്റെ പ്രകടനമാണ് ഇവിടെ
തെറ്റിപ്പോയത്, അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും അപകടത്തിലായത് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു വലിയ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്നത്. ഇൻ്റർനെറ്റ് ഒട്ടാകെ തന്നെ ട്രെൻഡിങ് ആയിട്ട് മാറുകയും ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു രാജാവിൻ്റെ തിരിച്ചുവരവെന്നൊക്കെ പറയാൻ കഴിയില്ലേ, അതാണ്. അപ്പോൾ ഒന്നാമത് അദ്ദേഹം ട്രാക്കിൽ നിന്ന് വിട പറഞ്ഞപ്പോഴേക്ക് F1 നിന്നുള്ള പല ഫാൻ ബേസും തന്നെ മാറിപ്പോയൊരു സാഹചര്യം കൂടിയുണ്ട്. F1 അത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഫോർമുല 1 റേസിംഗ് ഒക്കെ അത്രമാത്രം ഭ്രാന്തമായി ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട പലരും ഇപ്പോൾ പല സ്പോർട്സിലേക്കും പല താരങ്ങളെയും കണ്ട് വരാറുണ്ടെന്ന് പറയില്ലേ. അങ്ങനെ ഫോർമുല 1 ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഫോർമുല 1 സ്നേഹിക്കുകയും ചെയ്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഒരു രാജാവായിരുന്നു മൈക്കൽ ഷൂമാക്കർ. ആൻഡ് ഹീസ് ബാക്ക് ടു ഹിസ് ലൈഫ് എന്നുള്ളത് കേൾക്കുമ്പോൾ ഓബ്വിയസ്ലി ഇൻ്റർനെറ്റ് വിൽ സ്റ്റൺ. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.